കേരള ജ്യോതിഷത്തിൽ പിന്തുടരുന്നത് സൂര്യമാസ കലണ്ടറാണ്. അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ പിന്തുടരുന്നത് സൂര്യമാസ കലണ്ടറാണ്. ഓരോ മാസവും സൂര്യൻ എവിടെ നിൽക്കുന്നു ആ രാശിയുടെ പേരായിരിക്കും ആ മാസത്തിന് കൊടുക്കുക. എന്നാൽ വേദിക് ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനക്കാരൊക്കെ ഉപയോഗിക്കുന്നത് ചന്ദ്രമാസ കലണ്ടറാണ്. സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് ഒരേ ഡിഗ്രിയിൽ വരുമ്പോൾ ഒരു ചന്ദ്രമാസം സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരു അമാവാസി നാളിൽ ചന്ദ്രമാസം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇങ്ങനെ പോയി 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 29-30 ദിവസം കഴിയുമ്പോൾ അടുത്ത സൂര്യചന്ദ്ര സംയോഗം അല്ലെങ്കിൽ അമാവാസി ഉണ്ടാകും. അപ്പോൾ ഒരു മാസം പൂർത്തിയാകും. അപ്പോൾ ഇതിന് പേര് കൊടുക്കണമല്ലോ. ആ പേരെന്ന് പറയുന്നത് ആ മാസത്തിൽ പൗർണമി വരത്തില്ലേ, ആ പൗർണമി ഏത് നക്ഷത്രത്തിലാണ് വരുന്നത് ആ നക്ഷത്രത്തിന്റെ പേരാണ് ആ മാസത്തിന് കൊടുക്കുക. അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും നിൽക്കുന്ന രാശിയില്ലേ അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഏഴാമത്തെ രാശിയായിരിക്കും പൗർണമിയായിട്ട് വരിക. അപ്പോൾ അത് കൂട്ടി നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ മാസം എന്നത് കാർത്തികയിലല്ലേ. അപ്പോൾ കാർത്തിക അതായത് ഇടവൻ രാശിയുടെ നേരെ ഓപ്പോസിറ്റ് രാശി, അതായത് ഏഴാമത്തെ രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽ തൃക്കേട്ട നക്ഷത്രത്തിലായിരിക്കും പൗർണമി വരിക. അതുകൊണ്ട് ഈ മാസം ജ്യേഷ്ഠ മാസം എന്ന് അറിയപ്പെടുന്നു. ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മൾ നോക്കാം. മീനം രാശിയിൽ വരുമ്പോൾ സൂര്യനിൽ നിന്നും മീനം രാശിയിൽ വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രാശി കന്യരാശിയിൽ ചൈത്രമാസമായിരിക്കും വരിക. നമ്മുടെ രീതിയിൽ സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ആ രാശിയുടെ പേരങ്ങ് നൽകുകയാണ് പതിവ്. അതുപോലെ ഇവര് വേദിക് അസ്ട്രോളജിയിൽ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദ്രനും സൂര്യനും വരുന്ന രാശിയുടെ എതിർവശത്തുള്ള രാശി അല്ലെങ്കിൽ ചന്ദ്രൻ പൗർണമിയിൽ ഏത് രാശിയിൽ വരുന്നു ആ രാശിയിലുള്ള നക്ഷത്രങ്ങളുടെ പേരാണ് മാസങ്ങൾക്ക് കൊടുക്കുക. ചന്ദ്രമാസങ്ങൾ ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രപദം, അശ്വാഴ്ച, കാർത്തിക, മാർഗശിര, പുഷ്യ, മാഘ, ഫാൽഗുണ ഇവയാണ്.